തെരഞ്ഞെടുപ്പ് തോൽവി ഉറപ്പായതോടെ ബംഗാളിലെ ദീദിക്കും കൂട്ടർക്കും ഇപ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളാണ്. വികസനത്തെക്കുറിച്ച് പറയാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ജനങ്ങളുടെ തീന്മേശയിലേക്ക് ഒളിഞ്ഞു നോക്കുകയാണ് തൃണമൂൽ നേതാക്കൾ. BJP അധികാരത്തിൽ വന്നാൽ ബംഗാളികൾക്ക് മീൻ കഴിക്കാൻ പറ്റില്ലത്രേ. കേട്ടാൽ ചിരി വരുന്ന ഈ മത്സ്യപുരാണം വിളമ്പി വോട്ട് പിടിക്കാമെന്നാണ് മമതാ ബാനർജിയുടെ വ്യാമോഹം. തോൽവി മുന്നിൽ കാണുമ്പോൾ ഇത്തരം തരം താഴ്ന്ന നുണകൾ പ്രചരിപ്പിക്കുന്നത് തൃണമൂലിന്റെ സ്ഥിരം പരിപാടിയായി മാറി. മമതാ ബാനർജിയുടെ നുണപ്രചാരണങ്ങളുടെ മുനയൊടിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൊൽക്കത്തയിലെ താന്താനിയ കാളിബാരി ക്ഷേത്ര സന്ദർശനം. തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം പശ്ചിമ ബംഗാളിലെ ആഹാര രീതികൾ സംബന്ധിച്ച ചർച്ചകളും തർക്കങ്ങളും ശക്തമാകുന്നതിനിടെയുള്ള മോദിയുടെ ക്ഷേത്ര സന്ദർശനം പല കാരണങ്ങൾ കൊണ്ടാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത്. മാംസാഹാര പ്രസാദത്തിന് പേരുകേട്ട കൊൽക്കത്തയിലെ താന്താനിയ കാളിബാരി ക്ഷേത്രത്തിലാണ് മോദി എത്തിയത്. 300 വർഷം പഴക്കമുള്ള ക്ഷേത്രം ഇന്ത്യയിലെ ചരിത്ര പ്രസിദ്ധ സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണ്. മാംസാഹാരം പ്രസാദമായി നൽകുന്ന ഇന്ത്യയിലെ ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് താന്താനിയ കാളിബാരി. ആധ്യാത്മികാചാര്യനായ രാമകൃഷ്ണ പരമഹംസർ ഒരിക്കൽ ഹിന്ദു സാമൂഹിക പരിഷ്കർത്താവും തത്വചിന്തകനുമായ ബ്രഹ്മാനന്ദ കേശവ് ചന്ദ്ര സെന്നിന്റെ രോഗശാന്തിക്കായി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയായ മാ സിദ്ധേശ്വരിക്ക് ദച്ചിംഗ്രി, അതായത് തേങ്ങയിൽ വേവിച്ച ചെമ്മീൻ വിഭവം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് ഇത് പ്രസാദമായി നൽകുന്നത് ഭക്തർ പിന്തുടരുകയാണ് ഉണ്ടായത്. ബംഗാളികളുടെ ആഹാര രീതി തെരഞ്ഞെടുപ്പിലെ ചൂടേറിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ്. BJP അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്തിന്റെ ആഹാര രീതികളിൽ ഇടപെടുമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ഉൾപ്പെടെയുള്ള തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചിരുന്നു. NDA ഭരണത്തിലുള്ള ബീഹാറിലും ഗുജറാത്തിലും ഉത്സവ സമയങ്ങളിൽ മീനിന്റെയും മാംസത്തിന്റെയും വിൽപ്പന നിയന്ത്രിച്ചിരിക്കുന്നതായാണ് ഉദാഹരണങ്ങൾ നേതാക്കൾ പറഞ്ഞത്. എന്നാൽ ആരോപണങ്ങൾ BJP നിഷേധിച്ചു കളഞ്ഞു. മാംസാഹാരം നിരോധിക്കാൻ ആലോചിക്കുന്നില്ലെന്നും ജനങ്ങളുടെ ആഹാരിഷ്ടാനിഷ്ടങ്ങളെ ബഹുമാനിക്കുന്നുവെന്നും BJP സംസ്ഥാന പ്രസിഡന്റ് സാമിക് ഭട്ടാചാര്യയും കേന്ദ്രമന്ത്രി സുഗന്ധ മംജുദാറും വ്യക്തമാക്കിയതാണ്. ബംഗാളിലെ ജനങ്ങൾ വിഡ്ഢികളല്ല. BJP വിരുദ്ധതയും പ്രീണന രാഷ്ട്രീയവും തലയ്ക്ക് പിടിച്ച തൃണമൂൽ ജനങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പരിഹാസ്യമാണ്. വികസനവും ക്രമസമാധാനവും തകർന്ന ബംഗാളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ ഭക്ഷണ സ്വാതന്ത്ര്യം എന്ന പുതിയ ആയുധം എടുത്ത് പ്രയോഗിക്കുകയാണ് ദീദി. BJP സംസ്ഥാന അധ്യക്ഷൻ സാമിക് ഭട്ടാചാര്യയും സുഗന്ധ മജുദാറും ആവർത്തിച്ച് വ്യക്തമാക്കിയതുപോലെ ആരുടെയും ആഹാരശീലങ്ങളിൽ ഇടപെടാൻ BJP ഉദ്ദേശിക്കുന്നില്ല. ഓരോ ഭാരതീയന്റെയും ഇഷ്ടാനിഷ്ടങ്ങളെ ബഹുമാനിക്കുന്ന പാർട്ടിയാണ് BJP. മമതാ ബാനർജിക്ക് ഇപ്പോൾ മീനിനെ കുറിച്ചോ മാംസത്തെ കുറിച്ചോ ഉള്ള ആശങ്കയല്ല, മറിച്ച് തന്റെ അധികാരം നഷ്ടപ്പെടുന്നതിനുള്ള വെപ്രാളമാണ്. ബംഗാളിലെ ജനങ്ങൾ ഈ കപട പ്രചാരണങ്ങൾക്കെതിരെ എഴുതിയ വിധിയറിയാൻ ഇനി അധിക നാളൊന്നും കാത്തിരിക്കേണ്ടി വരില്ല.